ഹലോ എവ്രി വൺ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി ഒരു പൊതിച്ചോറിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പൊതിച്ചോറിൻ്റെ മെയിൻ ഐറ്റം ആണല്ലോ നമ്മുടെ ഓംലെറ്റ്. അപ്പോൾ ഓംലെറ്റ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടറിയാം സിംഗിൾ ഓംലെറ്റ് ആണ്. കാരണം ഇന്ന് എൻ്റെ കൂടെ ഏടത്തിയമ്മയുടെ വീട്ടിൽ പോയതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ ഒരു ബോറടി ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം കാണിച്ചത് ഒരു തക്കാളി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു കൂട്ടാണ്. പിന്നെ ബീട്രൂട്ടിൻ്റെ ഒരു ഉപ്പേരി ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് ഈ കോവയ്ക്ക എന്ന് പറയുന്നത്. കോവയ്ക്കയും കൊണ്ട് എപ്പോഴും ഞാൻ കോവയ്ക്ക കിട്ടിക്കഴിഞ്ഞാൽ ഫ്രൈ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഫ്രൈ ആക്കിയിട്ടുള്ളൊരു കോവയ്ക്ക ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കോവയ്ക്കൊക്കെ അരിഞ്ഞ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ എങ്ങനെ ഉണ്ടാക്കാന്നുള്ള ആ ഒരു റെസിപ്പി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കോവയ്ക്ക നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ട് അത് കഴുകിയതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ചിക്കൻ മസാല, അതുപോലെ കുറച്ച് മല്ലിപ്പൊടി. ഇനി ഞാൻ ചേർക്കാറുള്ള ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് പറഞ്ഞു തരട്ടെ. ഞാൻ ഇതിലേക്ക് സാമ്പാറിൻ്റെ പൗഡർ കുറച്ച് ചേർക്കാറുണ്ട്. അത് ഇട്ട് കഴിഞ്ഞ് ഈ കോവയ്ക്ക ഫ്രൈ ചെയ്യുമ്പോൾ എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇനി എങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും അധികവും. അപ്പോൾ അതിന് ശേഷം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, അതേപോലെ കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. തേങ്ങ ചുട്ടരച്ചൊരു ചമ്മന്തി ആയിരുന്നു എൻ്റെ പ്ലാനിൽ ഉണ്ടായിരുന്നത്. പിന്നെന്തോ മടിയായിട്ട് ഞാനത് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ തേങ്ങ വറക്കാതെ നമ്മുടെ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലൊക്കെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് പിന്നെ അതൊരു ചമ്മന്തി ആക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാൻ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി എണ്ണ ഒഴിച്ച് അതിലേക്ക് ഉള്ളിയും കറിവേപ്പിലയും നമ്മുടെ വറ്റൽമുളകും പുളി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അത് ഞാൻ അരച്ചെടുത്തിട്ട് ചമ്മന്തി ആക്കുകയാണ് ചെയ്തത്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇലയൊക്കെ വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കോവയ്ക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ കോവയ്ക്കൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് റോസ്റ്റ് ആവുന്നവരെ, അതായത് നന്നായിട്ട് ഫ്രൈ ആവുന്നവരെ അതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ എണ്ണയൊക്കെ വറ്റിയിട്ട് നല്ല ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്കിനി പൊതിച്ചോറ് കിട്ടാം. അപ്പോൾ ആദ്യം ഇല വെച്ച് ചോറ് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം വെച്ച് കൊടുക്കുന്നത് ബീട്രൂട്ടിൻ്റെ ഉപ്പേരിയാണ്. അതിനുശേഷം തക്കാളി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ കൂട്ട് വെച്ചു. പിന്നെ മാങ്ങ അച്ചാർ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ നമ്മുടെ തേങ്ങ ചുട്ടരച്ച ചമ്മന്തി ഉണ്ടല്ലോ അത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഓംലെറ്റ് വെച്ചു. പിന്നെ ഞാൻ മീനും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഷോട്ട് എടുക്കാൻ മറന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പൊതിച്ചോറ് കുറേ നേരം കെട്ടി വെച്ചതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ ഇതായിരുന്നു അതിൻ്റെ അവസ്ഥ. എല്ലാ ഫ്ലേവറും അതിൻ്റെ ഉള്ളിലേക്ക് പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. അപ്പോൾ ഞാൻ കഴിക്കായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ അമ്മയും വന്നു. അപ്പോൾ ഏടത്തിയമ്മയ്ക്ക് പകരം ഇന്ന് എൻ്റെ കമ്പനി അമ്മയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് അത് കഴിച്ചു. ചമ്മന്തിയും പിന്നെ നമ്മുടെ മുട്ടയും ഉപ്പേരിയും അച്ചാറും എല്ലാം കൂടി വെച്ചിട്ട് കുഴച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി കഴിച്ചതുകൊണ്ടാണെന്ന് അറിയില്ല, പെട്ടെന്ന് നമ്മുടെ പൊതിച്ചോറ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യും.